ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ ചക്കലുവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇളക്കി ക്ഷീണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഇരിക്കുവാണ്. അപ്പോൾ പപ്പയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പപ്പ ഇളക്കി ക്ഷീണിച്ചപ്പോൾ ഞാൻ ബാക്കി ഇളക്കാൻ തുടങ്ങി. ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വരിക്കച്ചക്കച്ചോളം എടുത്ത് ചാറിനകത്താക്കി അരിച്ച് ചീൻചട്ടിക്കകത്ത് ഒഴിച്ചു. ഗോതമ്പ് പൊടി എടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നോട്ട് കുഴച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞപ്പം അതിൻ്റെ പാല് വന്നു. ബാക്കി വേസ്റ്റ് കളഞ്ഞു. വെള്ളമെല്ലാം പറ്റി അതിൻ്റെ പരുവത്തിന് വന്നപ്പോൾ ഞങ്ങൾ പറങ്ങാണ്ടി പൊടിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ കൈവിടാതെ ഇളക്കുവാണേ. പപ്പയാണ് ഇളക്കുന്നത്, ഞാൻ സൈഡിൽ നിൽപ്പുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടി പിടിക്കാതെ ഇളക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ജാറിനകത്ത് ഏലക്കയും പഞ്ചസാരയും ഇട്ട് പൊടിച്ചിട്ട് അതെടുത്ത് നമ്മുടെ ഈ ഒരു മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയുണ്ട് ഇളക്കാനായിട്ട്. കട്ടിയായി വന്നുകൊണ്ടിരിക്കുകയല്ലേ. വരിക്കച്ചക്കച്ചോളം എടുത്ത് ജാറിനകത്ത് അരിച്ച് ചീൻചട്ടിക്കകത്ത് ഒഴിച്ചു. ഗോതമ്പ് മാവ് എടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നോട്ട് കുഴച്ചു. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്തിട്ട് ബാക്കി വേസ്റ്റ് കളഞ്ഞു. എന്നിട്ട് ശർക്കര പാനിയാക്കി ചക്കയ്ക്കകത്ത് ഒഴിച്ചു. 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൈവിടാതെ ഇളക്കി. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാമേ. കുറച്ച് നേരത്തെ ഒഴിച്ചതാണ്, ഇപ്പോൾ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. ആരൊക്കെ ചക്ക അലുവ തിന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. തിന്നാത്തവർ വേഗം ഈ റെസിപ്പി നോക്കി ഉണ്ടാക്കി കഴിക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ.
ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് എടുക്കാമേ. അപ്പം മമ്മിയാണ് അടുപ്പിൽ നിന്ന് എടുക്കുന്നത്. എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം.